ഹായ് ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തുടയുടെ ഉൾഭാഗവും കഷം ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ, കാണാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ കറക്കുന്നതിനുള്ള ഒരു റെമഡി ആയിട്ടാണ് വന്നത്. അത് കറക്കുന്നത് തടയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ഗോതമ്പിൻ്റെ തവിടെടുക്കുക. തവിടെടുത്ത ശേഷം അതിൽ ഒരു 1.5 സ്പൂൺ, ഇപ്പോൾ അത് 2 സ്പൂൺ എടുക്കുകയാണെങ്കിൽ ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അതിൽ കൂടെ കൂട്ടിച്ചേർക്കുക. ഒരു സ്പൂണോ 1.5 സ്പൂണോ തന്നെ കടലമാവും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മൂന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം കുറച്ച് പാല് അതിലൊഴിച്ച് കട്ടിക്ക് കുഴച്ചെടുക്കുക. അതായത് ഒരു ക്രീമി രൂപത്തിൽ കുഴച്ചെടുത്ത ശേഷം അത് എവിടെയാണോ കറുത്ത പാടുകളുള്ളത് ആ ഭാഗം, പാടല്ല കറുത്ത് തുടയിടുക്കിലെല്ലാം കറക്കുന്നത്, അവിടെയെല്ലാം പുരട്ടി കൊടുക്കുക. ഈ തുടയിടുക്കെല്ലാം കറക്കാൻ തന്നെ കാരണം നമ്മൾ നടക്കുന്ന സമയത്തുള്ള, നമുക്ക് വണ്ണം ഉണ്ടെങ്കിൽ ഉള്ള ആൾക്കാർക്ക് ചിലർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ നടക്കുമ്പോൾ തുട ഉരയുന്ന ആ സമയത്തും നമുക്കിങ്ങനെ കറുവൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ കഷം കൈയുടെ അങ്ങനെയുള്ള ഭാഗത്തുമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടിപ്സ് അതിന് വേണ്ടി ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ്സ് കഴിക്കുക. രാവിലെ ഒരെണ്ണം കഴിക്കുക, അല്ലെങ്കിൽ എപ്പോഴാണ് സമയം കിട്ടുന്നത് അപ്പോഴൊരു ടാബ്ലറ്റ്സ് കഴിക്കുന്നത് നല്ലതായിരിക്കും. കാരണം വൈറ്റമിൻ ഇയുടെ കുറവ് കൊണ്ട് നമുക്ക് പല വിഷയങ്ങളുണ്ടാവാറുണ്ട്. സ്കിന്നിൻ്റെ കറുപ്പ്, സ്കിന്നിൻ്റെ ആ ഒരു സ്നിഗ്ധത, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു നല്ലൊരു ഗ്ലേസിങ് നഷ്ടപ്പെടൽ, ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഡെയിലി ഒരെണ്ണം കഴിക്കുകയും ഒരെണ്ണം പൊട്ടിച്ച് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. അലോവേര ജെല്ലുമായിട്ട് ചേർത്ത് തേച്ച് പിടിപ്പിച്ചാലും അത് തലമുടി വളർച്ചയ്ക്ക് നല്ലതാണ്. അതുപോലെ മുഖത്തിടാൻ വേണ്ടിയിട്ടും ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് അലോവേര ജെല്ലും കൂടെ മുഖത്ത് തേച്ച് കൊടുത്താലും നല്ലതാണ്. തലമുടിയുടെ വളർച്ചയ്ക്ക് അത് നല്ലതാണ്. അപ്പോൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സോ 600 ടാബ്ലറ്റ്സോ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. 600-നേക്കാളും വൈറ്റമിൻ ഇ പച്ച ഗുളിക, മറ്റേത് യെല്ലോ കളറാണ്. അപ്പോൾ ഈ പച്ച കളർ ഗുളിക കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ച് വെച്ചിരുന്നിട്ട് ഒരു മാസത്തിൽ ഒരു 20 ദിവസമെങ്കിലും യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ വരുന്നത് വൈറ്റമിൻ ബിയുടെ കുറവ് കൊണ്ടാണ്. അത് നമുക്ക് ആഹാരത്തിലൂടെ ഉൾപ്പെടുത്തി ചെയ്യാവുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഉപയോഗിക്കാത്തത് മൂലം നമ്മളെ ശരീരത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ചുളിവുകളും വരൾച്ചയും പാടും അങ്ങനെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് പറയാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പം ഓക്കെ, നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.